ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യ ഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം സന്തോഷം അറിയിക്കുന്നുണ്ട്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ശ്ലോകം നമ്പർ 40. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത്. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത്. അതായത് ശ്രീമദ് ഭാഗവതം എന്നത് ഭഗവാന്റെ ഒരു സാഹിത്യ രൂപത്തിലുള്ള അവതാരമാണ് എന്ന് സൂചിപ്പിക്കുന്നു.
വേദവ്യാസ മഹർഷിയാണ് ഇതിനെ ശ്രീമദ് ഭാഗവതത്തിനെ നമ്മളുടെ മുമ്പിൽ എഴുതിയിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വേദവ്യാസ മഹർഷി ഭഗവാന്റെ ഒരു അംശ അവതാരമാണ്. ഭഗവാന്റെ അംശാവതാരമാണ് വേദവ്യാസ മഹർഷി. വ്യാസദേവൻ എന്നാണ്. ഇത് ലോകത്തിലെല്ലാവർക്കും നല്ലത് മാത്രം വരുത്താൻ വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് വളരെ വിജയപ്രദമാണ്. പിന്നെ ഇത് ആനന്ദപ്രദമാണ്. അതേപോലെ തന്നെ വളരെ പൂർണ്ണതമമായതാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതം നമ്മൾ വല്ലവരും പറയുന്നത് കേട്ട് പഠിച്ചാൽ പോരാ എന്നാണ്. അതായത് ഒരു ട്രാൻസ്പാരൻറ്റ് സ്പിരിച്വൽ മാസ്റ്റർ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് പൂർണ്ണമായ ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ആ ഗുരുവിൽ നിന്ന് വേണം ശ്രീമദ് ഭാഗവതം പഠിക്കാനായിട്ട് എന്നാണ്. അങ്ങനെ അപ്പോൾ ഭാഗവതം, അതായത് വ്യക്തി ഭാഗവതത്തിൽ നിന്ന്, ഭാഗവതം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ്. രണ്ട് വിധത്തിലുണ്ട് ഭാഗവതം: വ്യക്തി ഭാഗവതം, ഗ്രന്ഥഭാഗവതം എന്നാണ്. അപ്പോൾ റിയൽ സോഴ്സിൽ നിന്ന് ആത്മസാക്ഷാത്കാരം വന്നിട്ടുള്ള ഒരു ഉത്തമ വിശ്വാസം ഉള്ള ഒരു ഗുരുവിൽ നിന്ന് തന്നെ വേണം ശ്രീമദ് ഭാഗവതം പഠിക്കാനായിട്ട് എന്നാണ്. അങ്ങനെ പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടാവും എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഉദ്ദേശിക്കുന്നത് എന്താണ്? തിരിച്ച് ഈ ഭൗതിക ലോകത്തിൽ ബുദ്ധിമുട്ടാതെ, ദുരിതങ്ങൾ അനുഭവിക്കാതെ ആനന്ദമയമായിട്ടുള്ള ആ ലോകത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ആണ്. ഇവിടെ വൃന്ദാവനം, നിജവൃന്ദാവനം, ആചാര്യന്മാർ രണ്ടിനെക്കുറിച്ചും സൂചിപ്പിക്കാറുണ്ട്. അതായത് വൃന്ദാവനത്തിൽ നമ്മൾ കാണാം അനേകം ഭഗവാന്റെ ക്ഷേത്രങ്ങൾ, ഭഗവാന്റെ പാദധൂളി പതിഞ്ഞിട്ടുള്ള മണ്ണ്. അപ്പോൾ വളരെ പരമമായിട്ടുള്ള പുണ്യസ്ഥലമാണ് ഈ ഒരു വൃന്ദാവനം എന്നുള്ള ആ ഭൂമി തന്നെ ദിവ്യമായിട്ടുള്ള പ്രഭാവം ഉൾക്കൊള്ളുന്നതാണ്. അവിടെ അനേകം ക്ഷേത്രങ്ങൾ. അപ്പോൾ ഈ വൃന്ദാവനത്തിൽ അനേകം ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാൻ പ്രതിമയായിട്ട് മൂർത്തിയായിട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഈ വൃന്ദാവനത്തിൽ ഭഗവാന്റെ ആ ഭഗവാനെ വളരെ ശ്രദ്ധയോടുകൂടെ, പ്രേമത്തോടുകൂടെ സേവ ചെയ്താലാണ് നിജവൃന്ദാവനത്തിലെത്തുക. നിജവൃന്ദാവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ധാമം എന്നാണ്. അവിടെ രാധാരമൺജിയുണ്ട്, അതേപോലെ തന്നെ രാധാ മദൻമോഹൻജിയുണ്ട്, രാധാ ഗോവിന്ദ്ജിയുണ്ട്, എല്ലാ ഭഗവാന്മാരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ദിവ്യമായിട്ടുള്ള ആ ഭാവത്തിൽ കൂടെ ഉയർന്നിട്ടുള്ള എത്രയോ സജ്ജനങ്ങളായിട്ടുള്ളവർ അവിടെ ശുകദേവ ഗോസ്വാമിയുണ്ട്, അതേപോലെ നമ്മൾ ചൈതന്യ മഹാപ്രഭുണ്ട്, പിന്നെ അനേകം ഗുരുനാഥന്മാർ മുഴുവൻ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആനന്ദമയമായിട്ടുള്ള ഒരു ലോകമാണ് നിജവൃന്ദാവനം എന്ന് പറഞ്ഞാൽ. അവിടെ ഭഗവാൻ പ്രതിമയുടെ രൂപത്തിലല്ല, ഭഗവാൻ നേരിട്ട് ദർശനം തരുന്ന, നമ്മളുടെ കൂടെ. അവിടെ വേറെ എന്നുള്ളതില്ല. അവിടെ സഖ്യഭാവത്തിൽ, വാത്സല്യഭാവത്തിൽ, അങ്ങനെ പിന്നെ പ്രിയതമൻ എന്നുള്ള ഭാവത്തിൽ, അങ്ങനെ ആ ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന അവസ്ഥ, അതാണ് നിജവൃന്ദാവനത്തിലുള്ളത് എന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ വൃന്ദാവനത്തിൽ നമ്മൾ താമസിച്ചിട്ട് അവിടെ എന്തെങ്കിലും നമ്മൾക്ക് ഒരു ഒഫൻസ്, വേണ്ട വിധത്തിൽ ഭഗവാനെ സേവിക്കാൻ ഭൗതികത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കാം. ഭൗതികത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കും വൃന്ദാവനത്തിൽ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനായിട്ട്. അതുകൊണ്ടും ഈ വൃന്ദാവനത്തിൽ രണ്ടാമതൊരു ജന്മം കിട്ടിക്കഴിഞ്ഞിട്ടും എന്നിട്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിലോ പിന്നെ അധപതനം, നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും എന്നാണ്. അതുകൊണ്ട് ആ ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ നിജവൃന്ദാവനത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളത് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ 41ാമത്തെ ശ്ലോകത്തിന് അതിനെ പറയുന്നു:
തദിദം ഗ്രാഹയാമാസ സുതമാത്മവതാം വരം സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം. തദിദം ഗ്രാഹയാമാസ സുതമാത്മവതാം വരം സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം. തദ് ഇദം ഗ്രാഹയാമാസ സുതം ആത്മവതാം വരം സർവവേദ ഇതിഹാസാനാം സാരം സാരം സമുദ്രതം. അതായത് ശ്രീല വ്യാസദേവൻ തൻ്റെ പുത്രനായ ശുകദേവ ഗോസ്വാമിക്ക് ശ്രീമൽ ഭാഗവതം ഉപദേശിച്ചു. അതായത് ശുഭോമുക്തോ വാമദേവ പുരസ്താൽ എന്ന് പറയാറുണ്ട്. അതായത് വേദവ്യാസ മഹർഷിയുടെ വ്യാസദേവൻ്റെ 4ാമത്തെ പുത്രനായിട്ടുള്ള ശുകദേവ ഗോസ്വാമി മോക്ഷത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. അത് എങ്ങനെയാണ് ഈ ശ്രീമൽ ഭാഗവതം എങ്ങനെയാണ് ഇത് സർവവേദ ഇതിഹാസാനം സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും മുഴുവൻ സാരം സാരം സമുദ്രതം, അതിൽ നിന്ന് ഏറ്റവും എസൻസ് ഏറ്റവും സാരമായിട്ടുള്ളത് മാത്രം എടുത്തിട്ടാണ് ശ്രീമൽ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീമൽ ഭാഗവതം അതായത് ഇവിടെ നമ്മൾക്ക് ഏകദേശം ആ ശ്രീ ക്രിസ്തുവിൻ്റെ മുമ്പുള്ള 600 വർഷങ്ങൾക്ക് മുമ്പേ വരെ നമ്മൾക്ക് അറിയുന്നുള്ളൂ. ഈ ശാസ്ത്രം അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ഇപ്പോൾ ഭൗതിക ശാസ്ത്രം. എന്നാൽ അത് തീരെ ശരിയല്ല എന്നാണ് പറയുന്നത്. അതായത് മഹാഭാരതത്തിലും പുരാണത്തിലും പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം വാസ്തവത്തിൽ സത്യമായുള്ള ചരിത്രങ്ങൾ തന്നെയാണ് എന്നാണ്. അപ്പോൾ അതിൽ കൂടെ വേണം നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള അറിവ് നേടാനായിട്ട് എന്നാണ്. അപ്പോൾ പലരും ഈ പല ഗ്രഹങ്ങളെക്കുറിച്ചിട്ടും ഗവേഷണമൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഗവേഷണം നടത്താറുണ്ട്, അതിനെക്കുറിച്ചിട്ട് കണ്ടുപിടിക്കാറുണ്ട്. ഞങ്ങൾ ചന്ദ്രനിൽ പോയി അല്ലെങ്കിൽ മറ്റുള്ള ലോകങ്ങളിൽ പോയി അതിനെക്കുറിച്ച് അറിവുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട്, നമ്മളുടെ ഈ ഭൗതികമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ലോകത്തിൽ പോകാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. ശ്രീല പ്രഭുപാദൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ പോകണമെന്ന് നമ്മൾ വിചാരിക്കാം. അമേരിക്കയിൽ പോകണമെങ്കിൽ അമേരിക്കയിലെ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണം, അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു പരിശീലനം അതൊക്കെ വേണം. എന്നാൽ മാത്രമേ അവിടെ പോയ കഴിച്ചു കൂട്ടാൻ സാധിക്കുള്ളൂ. ഇതേപോലെ ഈ ഭൂമി വിട്ട് മറ്റുള്ള ലോകങ്ങളിലേക്ക് പോകുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ശരീരം വേണം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പോകാൻ സാധിക്കില്ല. സൂര്യൻ്റെ ലോകത്തിൽ അതിഭയങ്കരമായിട്ടുള്ള ചൂടാണ്. സൂര്യൻ്റെ വെയിൽ നമുക്ക് നിൽക്കാൻ വയ്യ. അപ്പോൾ സൂര്യന് എന്താണ് ചൂട്? അതിഭയങ്കരമായിട്ടുള്ള ചൂടാണ് സൂര്യന്. അപ്പോൾ ആ സൂര്യലോകത്തിൽ പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ശരീരം വേണം. അവിടെ അഗ്നിക്കാണ് പ്രാധാന്യം കൂടുതൽ എന്നാണ്. നമ്മളുടെ ഈ ഭൂമിയിൽ ജലത്തിനാണ് പ്രാധാന്യം കൂടുതൽ. അങ്ങനെ ഓരോ ലോകത്തിലും ഓരോ വസ്തുക്കൾക്കാണ് പ്രാധാന്യം കൂടുക, ശക്തി കൂടുക. അതിനനുസരിച്ചുള്ള ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നാണ്. ഈ വിവരങ്ങളെല്ലാം ശ്രീമൽ ഭാഗവതത്തിൽ പുരാണങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നാണ്. അപ്പോൾ ഈ വൈദികമായിട്ടുള്ള സാഹിത്യം എന്നുള്ളത് വലിയൊരു പാലാഴി പോലെയാണ്, വലിയൊരു സമുദ്രം പോലെയാണ്. ആ സമുദ്രത്തിൽ നിന്ന് എസൻസ്, അതിൻ്റെ വെണ്ണ, കടഞ്ഞെടുത്ത വെണ്ണ എന്ന് വേണമെങ്കിൽ പറയാം. സാരം സമുദ്രം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് പാലാഴി മുഴുവൻ കടഞ്ഞെടുത്തിട്ട് അതിൻ്റെ അമൃത് കിട്ടുന്നത് പോലെയാണ് വൈദികമായുള്ള സാഹിത്യത്തിൻ്റെ മുഴുവൻ അമൃത് പോലെ അതിൻ്റെ സാരമായിട്ടുള്ള അമൃത് പോലെയാണ് ശ്രീമൽ ഭാഗവത അമൃതം എന്നാണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നത് എന്നാണ്. ഇത് എവിടെ വെച്ചിട്ടാണ് ഈ ശ്രീമൽ ഭാഗവതം അവതരിപ്പിക്കപ്പെട്ടത്? ഗംഗാതീരത്ത് വെച്ച് എന്ന് സൂചിപ്പിക്കുന്നു. സതു സംശ്രാവയാമാസ മഹാരാജം പരീക്ഷിതം പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമഋഷിഭീം. ഇത് ഈ ശ്രീമൽ ഭാഗവതം അതിൻ്റെ പ്രധാന ശ്രോതാവ് ആരാണ്? വാസ്തവത്തിൽ പരീക്ഷിത്ത് മഹാരാജാവാണ് എന്നാണ്. പരീക്ഷിത്ത് മഹാരാജാവ്
പ്രായോപവേശം ചെയ്തു. തക്ഷകൻ കടിച്ച് മരിക്കുമെന്നുള്ള ശാപം കിട്ടിയ സമയത്ത് അവിടത്തേക്ക് യാതൊരു ഭയവും ഉണ്ടായില്ല. അവിടുന്ന് നേരെ ഗംഗാതീരത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് ഗംഗാതീരത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ അനേകം മഹർഷിമാരെ, പരമർഷി എന്നാണ് പറയുന്നത്, 10,000 മഹർഷിമാർ അവരുടെ ശിഷ്യന്മാരോടുകൂടി എത്തിച്ചേർന്ന ആ വലിയ സദസ്സിൽ വെച്ചിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതത്തിനെ ശുകദേവ ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിന് മുമ്പിൽ അവതരിപ്പിച്ചത്. വിഷ്ണുരാധൻ എന്ന് ഭഗവാനെ, അതായത് പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് പറയുന്നു. പിന്നെ ബാദരായണി എന്ന് ഈ ശുകദേവ ഗോസ്വാമിയെ കുറിച്ച് പറയുന്നു. രണ്ടുപേരും ആ ശ്രോതാവും വക്താവും അത്ഭുതമായിട്ടുള്ള മഹിമകളുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ സംഭാഷണത്തിൽ പരിശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ ഒരു അമൃത പ്രവാഹം ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ ഈ ആത്മീയമായിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും എങ്ങനെ നമ്മൾ സ്വീകരിക്കേണ്ടത്, ഒരു ഗുരു പരമ്പരയിൽ കൂടെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ആ ശിഷ്യന്മാരുടെ അതിനെയാണ് പരമ്പരാ സിസ്റ്റം എന്ന് പറയുന്നത്, പരമ്പര എന്ന് പറയുന്നത്. അങ്ങനെ ശ്രീമദ് ഭാഗവതം എന്നുള്ളത് പരമ്പരയിൽ കൂടെ വേണം ലഭിക്കാനായിട്ട്. വേദവ്യാസ മഹർഷി തൻ്റെ പുത്രനായിട്ടുള്ള ശുകദേവ ഗോസ്വാമിക്ക്, വേദവ്യാസ മഹർഷിക്ക് നാരദ മഹർഷിയിൽ നിന്നാണ് ഇത് ലഭിച്ചത്. നാരദ മഹർഷിക്ക് ബ്രഹ്മാവിൽ നിന്ന്, ബ്രഹ്മാവിന് മഹാവിഷ്ണു ഭഗവാനിൽ നിന്ന്, മഹാവിഷ്ണു ഭഗവാന് സാക്ഷാത് ശ്രീവിഷ്ണു ഭഗവാനിൽ നിന്ന് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പരീക്ഷിത്ത് മഹാരാജാവ് ഏത് സമയത്താണ് ഭാഗവതം കേട്ടത്? തൻ്റെ മരണം വരും എന്നുള്ളത്, 7 ദിവസം ഉണ്ട് മരിക്കാൻ, 7 ദിവസമേ തനിക്ക് ജീവിച്ചിരിക്കാനുള്ളൂ, തക്ഷകൻ കടിച്ച് മരിക്കുമെന്നുള്ള ശാപം കിട്ടിയ സമയത്ത്. നമ്മൾക്കാണെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ നിവൃത്തിയില്ല. പരീക്ഷത്തിന് 7 ദിവസം ഉണ്ടായിരുന്നു, ഉറപ്പായിരുന്നു, 7 ദിവസം മരിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. നമ്മൾക്കാണെങ്കിൽ അതൊന്നും പറയാൻ നിവൃത്തിയില്ല. ഏത് നിമിഷമാണ് നമ്മളുടെ ഈ ജീവൻ പുറത്തേക്കെടുത്ത ശ്വാസം അകത്ത് കേൾക്കാൻ പറ്റാതെയാവുക എപ്പോഴാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ ഓരോ നിമിഷം പരീക്ഷത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഗൗരവത്തോടു കൂടെ ശ്രീമദ് ഭഗവത് സേവയ്ക്കായിട്ട് ഒരുങ്ങേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പോൾ എപ്പോഴാണ് ഇത് അവതരിപ്പിക്കപ്പെടുക, ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് അവിടെ വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിः സഹ കലോ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിതാം. കൃഷ്ണേ സ്വധാമ ഉപഗതേ ധർമ്മജ്ഞാന ആദിഭിः സഹ കലോ നഷ്ടദൃശാം ഏഷ പുരാണാർക്കഃ അധുനാ ഉദിതഃ. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാര ലീലകൾ അത് ഉപസംഹരിച്ച് തൻ്റെ ധാമത്തിലേക്ക്, കൃഷ്ണൻ്റെ ധാമം ഗോലോകധാമത്തിലേക്ക് തിരിച്ചു പോയ സമയത്ത് പിന്നെ വരുന്ന കലിയുഗത്തിൽ ആളുകൾക്ക് എന്ത് വേണമെന്ന് അജ്ഞത കൊണ്ട് എന്ത് വേണമെന്ന് അറിയാതെ കൂരിരുട്ടിൽ പെട്ടതുപോലെയായി ജനങ്ങൾ എന്നാണ് ജീവന്മാർ. അപ്പോൾ അതിൽ നിന്നും ആ അതിഭയങ്കരമായിട്ടുള്ള കൂരിരുട്ട് വരുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ കൂരിരുട്ടില്ലാതെയാവും. അപ്പോൾ ഏത് സൂര്യനാണ് ഉദിച്ചിരിക്കുന്നത്? ശ്രീമദ് പുരാണ ആർക്ക ഉദിത അധുനാ ഉദിത. ശ്രീമദ് ഭാഗവതമാകുന്ന പുരാണമാകുന്ന ആ സൂര്യൻ ഉദിച്ചുയർന്നു. എന്തിന്? അജ്ഞാനമാകുന്ന അന്ധകാരം ഓരോ ജീവന്മാരുടെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്ന് പ്രത്യേകം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഭഗവാനും ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് ഭഗവാനെ നമുക്ക് കാണിച്ചു തരുന്നത്? ഭഗവാൻ പറയുന്നു ഉദ്ധവനോട്, തിരോധായ പ്രവിഷ്ടോഹം ശ്രീമദ് ഭാഗവതാർണവം എന്ന്. ഞാൻ ഈ ലോകത്തിൽ നിന്നും അന്തർധാനം ചെയ്യുന്നു എന്ന് സംശയിക്കേണ്ട, ദുഃഖിക്കേണ്ട ഉദ്ധവ. പിന്നെ എങ്ങനെയാണ് എന്നെ കാണാൻ സാധിക്കുക? ഞാൻ ഈ ശ്രീമദ് ഭാഗവതമാകുന്ന
മഹാസാഗരത്തിൽ അന്തർധാനം ചെയ്യുന്നു ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആ ഗുരു പരമ്പരകളുടെ ആ പരമ്പരയിൽ കൂടെ അവരുടെ വാക്കുകളിൽ കൂടെ അത്ര വിശ്വാസത്തോടു കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഓരോ വാക്കുകളിലും കാണാൻ സാധിക്കും. ശ്യാമസുന്ദരനെ കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെ വേണം? പ്രേമാഞ്ജനച്ഛുരിത ഭക്തി വിലോചനേന സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ശ്യാമസുന്ദരനെ ഓരോ അക്ഷരത്തിലും കാണാൻ സാധിക്കും. അത്രയും തീവ്രമായിട്ടുള്ള ഭക്തിഭാവമുള്ള ഉപാസനയുള്ള വ്യക്തികൾക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ശ്യാമസുന്ദരനെ ഓരോ അക്ഷരങ്ങളിലും കാണാൻ സാധിക്കുന്ന സമയത്ത് അവിടുന്ന് ദിവ്യമായിട്ടുള്ള മറ്റൊരു പ്രകാശം കാണാൻ സാധിക്കും. അതാണ് സ്വർണ്ണപ്രകാശം. അതാണ് സാക്ഷാൽ രാധാറാണിയുടെ പ്രകാശവും കാണാൻ സാധിക്കും. നമ്മൾ ശ്രീമദ് ഭാഗവതം നമ്മൾ വായിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതുകൊണ്ട് അഭിമാനം വരും. ആ അഭിമാനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരുടെ കരുണയാണ് വേണ്ടത്? സാക്ഷാൽ രാധാറാണിയുടെ കരുണ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ അക്ഷരവും കൃഷ്ണനായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ രാധാറാണിയുടെ പ്രേമത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് അറിയാൻ സാധിക്കുക എന്നാണ്. രാധാസഹായം അതിസുന്ദരമന്ദഹാസം എന്ന ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. തത്ര കീർത്തയതോ വിപ്രാഹ വിപ്രർഷേർഭൂരി തേജസ അഹം ചാധികമം തത്ര നിവിഷ്ടസ്തദനുഗ്രഹാൽ സോഹംവശ്രാവയിഷ്യാമി യഥാധീതം യഥാമതി. തത്ര കീർത്തയതഃ വിപ്രാഹ വിപ്രർഷേഃ ഭൂരി തേജസഃ അഹം ച അധിഗമം തത്ര നിവിഷ്ടഃ തദ് അനുഗ്രഹാത് സഹ അഹം വ ശ്രാവയിഷ്യാമി യഥാ അധീതം യഥാ മതി. തത്ര കീർത്തയതഃ വിപ്രാഹ വിപ്രർഷേഃ ഭൂരി തേജസ. ഇവിടെ പറയുന്നു, ബ്രാഹ്മണർ ശൗനകാദി മഹർഷിമാരുടെ സൂത ഗോസ്വാമി പറയുന്നു, ശുകദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഞാൻ കേട്ടു. ആ വലിയ സദസ്സിൽ ഇരുന്നു കൊണ്ട് എനിക്കും കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് സൂത ഗോസ്വാമി പറയുന്നു. ആ ശുകദേവ ഗോസ്വാമിയുടെ കരുണ കൊണ്ടാണ് എനിക്കത് കേൾക്കാൻ സാധിച്ചത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ആ കേട്ടതിനെ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം എന്ന് സൂത ഗോസ്വാമി ശൗനകാദി മഹർഷിമാരോട്, ശൗനക ഋഷി മുതലായ വലിയ സദസ്സിനോട് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് പറയുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെയാണോ എനിക്ക് ഒരു സാക്ഷാത്കാരം വന്നത് അതിനനുസരിച്ച് ഞാൻ പറയാം. എൻ്റെ സ്വന്തം അഭിപ്രായം പറയാമെന്നല്ല പറയുന്നത് എന്താണ്? ഞാൻ കേട്ടത്, ഞാൻ മനസ്സിലാക്കിയത്, ശുകദേവ ഗോസ്വാമിയിൽ നിന്നും കേട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറയുമ്പോൾ ഇത് സ്വന്തമായിട്ട് ഒരഭിപ്രായം ഇവിടെ വരുന്നില്ല. ഒരു കേസ് വന്നാൽ വക്കീൽ സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കിയിട്ട് വാദിക്കാറില്ല. ആ നിയമപുസ്തകത്തിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് വാദിച്ച് ജയിക്കുകയാണ് പതിവ്. ഇതേപോലെ ആണ് നമ്മളതായിട്ടുള്ള അഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമില്ല. ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവരുടെ വാക്കുകളിൽ കൂടെ ആശയങ്ങളിൽ കൂടെ സഞ്ചരിച്ച് അവരുടെ ആശയങ്ങൾ ലോകത്തിന് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോഴോ നമ്മൾക്ക് ഒട്ടും അഹങ്കാരം വരില്ല എന്നാണ് പറയുന്നത്. അഹങ്കാരം ഇല്ലാതെ ആണെങ്കിലോ രാധാറാണിയുടെ പാദരേണു ശിരസിൽ ധരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് രാധാറാണിയുടെ പാദരേണു ശിരസിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതാണ് ഗോപീചന്ദനമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന്. ഈ രാധാറാണിയുടെ ഗോപിമാരുടെയും ഭഗവാന്റെയൊക്കെ പാദസ്പർശനത്തിലുള്ള മണ്ണ് വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് എന്നാണ്. ഭവൌഷധം എന്നാണ് പറയുന്നത്. ഭൗതികമായ നമ്മളുടെ രോഗത്തിന് ഏറ്റവും വിശേഷപ്പെട്ട ഔഷധമാണ് ഗോപീചന്ദനം ധരിക്കുക എന്നുള്ളത്.
അപ്പോൾ നമുക്ക് അഹങ്കാരം ഇല്ലാതെയാവാൻ ഏറ്റവും വിശേഷപ്പെട്ട ഔഷധമാണിത് എന്നും ആചാര്യന്മാർ സൂചിപ്പിക്കാറുണ്ട്. സോഹം വ ശ്രാവയിഷ്യാമി യഥാതീതം യഥാമതി എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഞാനിത് പറയാം എന്നാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് പറയുന്ന നമ്മളുടെ ഭാവം എവിടെ കിടക്കുന്നു? സൂത ഗോസ്വാമിയുടെ ആ ഒരു വിനയം അവിടെ കിടക്കുന്നു. ഇപ്പോൾ വിനയത്തോട് വിശേഷനുള്ള നയം എന്നാണ് വിനയം എന്നുകൊണ്ട് പറയുന്നത്. വിനയത്തോടു കൂടെ വേണം ശ്രീമദ് ഭാഗവതത്തിന് മുമ്പിൽ വരാൻ. ഗുരുനാഥന്മാരുടെ കൃപ കൊണ്ട് വേണം ഈ ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഈ ഒരു ശ്ലോകത്തോടു കൂടി 3-ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. 4-ാമത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ നാരദ മഹർഷി വരുന്നതായിട്ട്, പിന്നെ ശൗനകാദി മഹർഷിമാർക്ക് ചില സംശയങ്ങൾ വീണ്ടും വരുന്നു. ആ സംശയങ്ങൾക്ക് മറുപടിയായിട്ട് സൂതൻ അവതരിപ്പിക്കുന്ന കാര്യം ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വ്യാസ ഉവാച. 1-ാമത്തെ ശ്ലോകം. ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിനാം വൃദ്ധകുലപതി സൂതം ബഹ്രുജ ശൗനകോ ബ്രവീത്. ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിനാം വൃദ്ധകുലപതി സൂതം ബഹ്രുജ ശൗനകോ ബ്രവീത്. വ്യാസ ഉവാച. വേദവ്യാസ മഹർഷി ഇവിടെ പറയുന്നു എന്നാണ്. ഇങ്ങനെ സൂതഗോസ്വാമി പറഞ്ഞ സമയത്ത് ശൗനക മുനി ഈ സദസ്സിലെ ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ആളാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു സദസ്സിൽ ഈ യജ്ഞത്തിന് മുഴുവൻ നേതൃത്വം വഹിക്കുന്നത് ശൗനക ഋഷിയാണ്. ശൗനക ഋഷി സൂത ഗോസ്വാമിയെ വളരെയധികം അഭിനന്ദിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഒരു സഭ, ഒരു മീറ്റിംഗ്, ഒരു സഭ എന്ന് വിചാരിക്കുക. ആ സഭയിൽ നമ്മൾ അതിൽ സംസാരിക്കുന്ന ആളെ ആരാണ് അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ടത്, പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ളത്? അവർ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആരാണ്? എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്നാണ്. അതായത് ആ സദസ്സിലെ പ്രധാനപ്പെട്ട ആളായിരിക്കണം ചോദ്യം ചോദിക്കുന്നത്. പ്രായം കൊണ്ടും പിന്നെ ജ്ഞാനം കൊണ്ടും ഉയർന്ന തലത്തിലുള്ള ആളായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. പിന്നെ ശൗനക ഋഷിക്ക് ഈ വളരെയധികം പാണ്ഡിത്യമുള്ള ആളായിരിക്കണം, അറിവുള്ള ആളായിരിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ശൗനക ഋഷിക്ക് ഈ ഒരു യോഗ്യതകളെല്ലാം ഉണ്ട് എന്നാണ്. അപ്പോൾ സൂത ഗോസ്വാമിയെ വേണ്ട വിധത്തിൽ അഭിനന്ദിക്കാനുള്ള ആ ഒരു അർഹത, അധികാരം ഉണ്ട് എന്നാണ്. കാരണം എന്താണ്? ഈ സൂത ഗോസ്വാമിയെ എന്തുകൊണ്ടാണ് അഭിനന്ദിക്കുന്നത്? ഇത് ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ഈ ഭാഗവതം കേട്ടു എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് അതിനെ വളരെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല അത് ഉദ്ദേശിച്ച, അതായത് മുൻപേ പോയിട്ടുള്ള ആചാര്യന്മാരുടെ ആ ഒരു ആശയങ്ങൾ അതേപോലെ അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് സൂത ഗോസ്വാമിയെ ശൗനക ഋഷി വളരെയധികം ബഹുമാനത്തോടുകൂടെ ഇവിടെ അഭിനന്ദിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം നിറവേറ്റേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം 2ാമത്തെ തവണ, അതായത് സ്റ്റാൻഡേർഡ് ഓഫ് റിസൈറ്റേഷൻ ഓഫ് ഭാഗവതം സോ ദാറ്റ് ദി റിയൽ പർപ്പസ് ക്യാൻ ബി സർവ്ഡ് വിത്തൗട്ട് ഡിഫിക്കൽറ്റി. അപ്പം വീണ്ടും നമ്മൾ ശ്രീമദ് ഭാഗവതത്തിനെ കേൾക്കാതെ ചെയ്യുന്ന സമയത്ത് അതൊരു യഥാർത്ഥത്തിലുള്ള ഗുരുവിൽ നിന്നാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കൂടി സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ അഥവാ അത് വേണ്ട വിധത്തിൽ അങ്ങനെ ഒരവസ്ഥ നമ്മൾക്ക് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലോ നമ്മളുടെ ഈ ശ്രമയേവ ഹി കേവലം, ഈ ഭാഗവതം കേൾക്കുന്നത് കൊണ്ട്
അത് ഉദ്ദേശിച്ച കാര്യം നമ്മൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർക്കും പറയുന്നവർക്കും സമയം വ്യർത്ഥമാകുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകം സൂതശൗനക ഉവാചാം സൂത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യാം യഥാഹ ഭഗവാൻ ശുകാം. സൂത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യാം യഥാഹ ഭഗവാൻ ശുകാം. സൂത എന്നിവിടെ സംബോധന ചെയ്യുകയാണ്. മഹാഭാഗ്യവാനാണ് അങ്ങ് എന്നാണ്. ഞങ്ങളോട് മഹാഭാഗ്യവാനായിട്ടുള്ള അങ്ങ് ഞങ്ങൾക്ക് ഈ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ എന്നാണ്. ശുകദേവ ഗോസ്വാമി എന്താണോ ഉപദേശിച്ചത് അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ എന്ന് സൂത ഗോസ്വാമിയെ അവിടെ ഉത്സാഹിപ്പിക്കണം. 2 തവണയാണ് സൂത എന്ന് സംബോധന ചെയ്യുന്നത്. കാരണം എന്താ, ഈ 2 തവണ സംബോധന ചെയ്യുമ്പോൾ കേൾക്കാനുള്ള അവരുടെ എന്തെന്നില്ലാത്ത ആകാംക്ഷയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം ആദ്യം മുതൽ തന്നെ നിർബന്ധമായിട്ടും കേൾക്കണം എന്നാണ്. വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുന്ന ഒരു പഠിതാവിന് മാത്രമേ ദശമസ്കന്ധത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. സാധാരണ ആളുകൾ എന്താ ചെയ്യുക, ഈ ഭാഗവതം നാമസ്കന്ധം വരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ പോകും. ഇന്ന് ദശമസ്കന്ധം എത്തിക്കഴിഞ്ഞാൽ ദശമസ്കന്ധത്തിലെ കഥകളൊക്കെ ഭൗതികമായിട്ടുള്ള ആ ദൃഷ്ടി വെച്ചുകൊണ്ട് അതിനെ ആ ഒരു ആഗ്രഹം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വൈഭവം എന്തെന്നറിയണമെങ്കിൽ ആദ്യം മുതൽ വളരെ ശ്രദ്ധയോടുകൂടെ ഭഗവാന്റെ അവതാരങ്ങൾ, അംശാവതാരങ്ങൾ, പിന്നെ ഭഗവാന്റെ ലീലാവതാരങ്ങൾ, ശക്തിയാവേശ അവതാരങ്ങൾ, അങ്ങനെ അനേകം ലീലകളുണ്ട് ഭഗവാന്റെ. ഇതെല്ലാം നമ്മൾക്ക് അറിഞ്ഞാൽ മാത്രമേ ശ്രീമദ് ഭാഗവതം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ദശമസ്കന്ധത്തിലേക്ക് വെറുതെ തന്നെ ചാടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് വലിയ അപകടം കൂടി സംഭവിക്കും. തെറ്റിദ്ധാരണ വരുമ്പോൾ എന്താണ്, ഈ കഥകളൊക്കെ ഭൗതികമായിട്ടുള്ള തെറ്റിദ്ധരിക്കപ്പെടും എന്നാണ്. പരിശുദ്ധമായിട്ടുള്ള ആ വാത്സല്യത്തിൻ്റെ, പ്രേമത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സഖ്യത്തിൻ്റെ അതിൻ്റെ കഥകളാണ്, അതിൻ്റെ വിവരണങ്ങളാണ് ദശമസ്കന്ധത്തിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നത് എന്നാണ്. ദശമസ്ക വിശുദ്ധ്യർത്ഥം നവാനാമിഹ ലക്ഷണം എന്നാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 9 ലക്ഷണങ്ങളും 10ാമത്തെ ലക്ഷണമായിട്ടുള്ള ആശ്രയം എന്ത് എന്ന് നമുക്ക് കാണിച്ചു തരാണ്. ആശ്രയം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നമുക്ക് ആശ്രയം. ഭഗവാന്റെ കഥകൾ നമ്മൾക്ക് ആശ്രയമായിട്ടുണ്ട്. ഭഗവാന്റെ ഭക്തന്മാരെ പിന്തുടരുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സാഫല്യം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നു, ശ്രീമദ് ഭാഗവതം ഏത് യുഗത്തിലാണ് അവതരിപ്പിച്ചത്, എവിടെ വെച്ചിട്ടാണ് അവതരിപ്പിച്ചത്, ഈ വേദവ്യാസ മഹർഷി ആരാണ്, വേദവ്യാസ മഹർഷിയെ പ്രചോദനം കൊടുത്തത് ആരാണ്, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാകേന ഹേതുന കുതഃ സഞ്ജോതിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനി. കസ്മിൻ യുഗേ പ്രവൃത്ത ഇയം സ്ഥാനേ വാ കേന ഹേതുന കുതഃ സഞ്ജോതിതഃ കൃഷ്ണഃ കൃതവാൻ സംഹിതാം മുനി. അതായത് എവിടെ വെച്ചിട്ടാണ് ശ്രീമദ് ഭാഗവതം ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്, പിന്നെ എന്തുകൊണ്ടാണ് അതിനെ അവതരിപ്പിക്കാൻ കാരണം, എവിടെ കൃഷ്ണദ്വൈപായനന് വ്യാസദേവന് എവിടുന്നാണ് ഈ ശ്രീമദ് ഭാഗവതം എഴുതാനുള്ള പ്രചോദനം ലഭിച്ചത് എന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം വേദവ്യാസൻ്റെ ഒരു പ്രത്യേക സമ്മാനമാണ് ഈ ലോകത്തിന് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കോൺട്രിബ്യൂഷനാണ്, ഏറ്റവും വലിയ ഉപഹാരമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ്.
കാരണം മറ്റുള്ള ആ പുരാണങ്ങളെല്ലാം എഴുതിയിട്ട് പരിപക്വമായിട്ടുള്ള അവസ്ഥ വേദവ്യാസ മഹർഷിക്ക് വ്യാസദേവന് വരുന്നു. ആ പരിപക്വമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയിലാണ് ശ്രീമദ് ഭാഗവതം എഴുതിയിട്ടുള്ളത് എന്ന്. പിന്നെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ രചനയ്ക്ക് ശേഷം വ്യാസദേവൻ തൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, സംതൃപ്തിക്ക് വേണ്ടി മറ്റൊരു ഗ്രന്ഥം എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത അത്യത്ഭുതമായിട്ടുള്ള സംതൃപ്തി ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ ലഭിച്ചു എന്നാണ്. അതേപോലെ നമ്മൾ മറ്റുള്ള എല്ലാ പുരാണങ്ങളും അതിൻ്റെ പിന്നാലെ ഭ്രമിച്ച് ഓടി നടക്കുന്നതിന് പകരം നമ്മളൊക്കെ കൂടിയും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകും. പല സ്ഥലത്തേക്കും നമ്മൾക്ക് വഴി വിട്ടു പോകും, ഉദ്ദേശിച്ച കാര്യം സാധിക്കില്ല എന്നാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ തന്നെ സഞ്ചരിക്കാൻ സാധിച്ചാൽ അതൊന്നും മനസ്സിലായി എന്ന് വരില്ല. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും തോറും ഗുരുനാഥന്മാരിൽ നിന്ന് കേൾക്കുന്നതിൽ കൂടെ അവർ പറഞ്ഞത് അതേപോലെ അനുസരിക്കുന്നതിൽ കൂടെ നമ്മൾക്ക് ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാനും അറിയാനും സാധിക്കും എന്നാണ്. പിന്നെ തസ്യ പുത്രോ മഹായോഗി സമദ്രൻ നിർവികൽപക ഏകാന്തമജർ ഉന്നിദ്രോ ഗൂഢോ മൂഢൈവേയതേ. തസ്യ പുത്രോ മഹായോഗി സമദ്രൻ നിർവികൽപക ഏകാന്തമജരുന്നിദ്രോ ഗൂഢോ മൂഢൈവേയതേ. അതായത് വ്യാസദേവൻ്റെ പുത്രനായിട്ടുള്ള തസ്യ പുത്ര മഹായോഗി സമദ്രക്ക് നിർവികൽപക ഏകാന്തമതി ഉന്നിദ്ര ഗൂഢ മൂഢ ഇവ ഈയതേ. അതായത് വ്യാസദേവൻ്റെ പുത്രനായിട്ടുള്ള, അതായത് വ്യാസദേവൻ ഏറ്റവും വളരെ മഹാനായിട്ടുള്ള ഒരു ഭക്തനായിരുന്നു. അപ്പോൾ സമദ നിർവികൽപക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശുകദേവ ഗോസ്വാമി അതായത് വളരെ ഏകാന്തമതി എന്ന് പറഞ്ഞാൽ വളരെ ഏകാഗ്രമായിട്ടുള്ള മനസ്സിലെ ആളായിരുന്നു, നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരിക്കുന്ന ആളായിരുന്നു എന്നാണ്. അദ്വൈതത്തിൻ്റെ ഉന്നതമായിട്ടുള്ള അവസ്ഥ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ആള് ഉന്നിദ്രോ എപ്പോഴും ദിവ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുന്ന ആളായിരുന്നു. എന്നിട്ടോ ഗൂഢോ മൂഢൈവേയതേ, അദ്ദേഹം സഞ്ചരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മനസ്സോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു സ്ഥലങ്ങളോ ഒരാൾക്ക് ഉദ്ദേശങ്ങളോ ഒന്നും ആർക്കും മുൻകൂട്ടി അറിയാൻ സാധിക്കാത്ത ആളായിരുന്നു. അപ്പോൾ കണ്ടാൽ ഒരു ജഡനെ പോലെ, വെറും ഒരു സാധാരണക്കാരനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ, മൂകനെ പോലെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗൂഢമായിട്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സും വളരെ ഗൂഢമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു എന്നാണ്. അപ്പോൾ ആ ജനിക്കുന്ന സമയത്ത് തന്നെ മഹാദേവനേക്കാൾ വിരക്തിയുള്ള അവസ്ഥയായിരുന്നു ഈ ഒരു ശുകദേവ ഗോസ്വാമിക്ക് എന്നതും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നേരിട്ട് വന്നു പറഞ്ഞു, മായ ബാധിക്കില്ല, പുറത്തേക്ക് വന്നോളൂ എന്നുള്ളത്. 16 വയസ്സിലാണ് ഈ ശുകദേവ ഗോസ്വാമി അമ്മയുടെ ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അത്യത്ഭുതമാണ് ആ അവതാരം എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് മറ്റുള്ള ബ്രഹ്മാണ്ഡ പുരാണത്തിൽ, അതേപോലെ വൈവർത്ത പുരാണത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ ശുകദേവ ഗോസ്വാമി ഒരു സാധാരണ വ്യക്തിയല്ല എന്നത്. രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും 2 പേരും ലാളിച്ചിട്ടുള്ള ഒരു തത്ത ഉണ്ടായിരുന്നു. അപ്പോൾ രാധാറാണി വളരെയധികം ലാളിച്ച, രാധാറാണിയുടെ മനസ്സ് മുഴുവൻ അറിയുന്ന ആ തത്ത ശുകം, ഭഗവാന്റെ മനസ്സ് പൂർണ്ണമായിട്ട് അറിയുന്ന ആ ഒരു തത്ത ശുകം, അത് 2 പേരും ഒരേപോലെ ലാളിച്ചിട്ടുള്ള ഈ തത്തയെ രാധാറാണി നേരെ ഗോലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്. പിന്നെ അവിടെ ചെന്ന് കുറേ കാലം കഴിഞ്ഞ സമയത്ത് അവിടുന്ന് തിരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ അയച്ചു. എന്താണെന്ന് വെച്ചാൽ രാധാകൃഷ്ണ പ്രേമം എന്ത് എന്നുള്ളത് ലോകത്തിന്, ഭക്തിയുടെ അവസ്ഥ, പ്രേമത്തിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ലോകത്തിന് ഉപദേശിച്ചു കൊടുക്കാൻ ഇതിനെപ്പോലെ ഈ ശുകത്തിനെ പോലെ വിശേഷപ്പെട്ട ഒരു വ്യക്തി ഇല്ല എന്ന് മനസ്സിലായിട്ടാണ് രാധാറാണി ശുകം അതിനെ രാധാറിൻ്റെ തത്തയെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നാണ്. ആ തത്തയാണ്
വേദവ്യാസ മഹർഷിയുടെ പത്നിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചത്. ഈ ശുകം ആണ് ശുകദേവ ഗോസ്വാമിയായിട്ട് മാറിയത് എന്നാണ്. തത്തകൾക്ക് കേട്ടതുപോലെ കണ്ടതുപോലെ പറയാതൊരു സ്വഭാവമുണ്ട്. അപ്പോൾ താൻ കേട്ടിട്ടുള്ള കൃഷ്ണൻ്റെ രാധാറാണിയുടെ മഹിമകളാണ് ശുകദേവ ഗോസ്വാമിക്ക് പറയാനുള്ളത്. രാധാറാണിയെക്കുറിച്ച് മിണ്ടണില്ല. എന്തേ പറയാതിരിക്കാൻ കാരണം, പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സമാധിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. വളരെ ഗോപ്യമാണ് അതിൻ്റെ രാധാറാണിയുടെ ആ മാനസികമായിട്ടുള്ള അവസ്ഥ. പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണത്രേ ആ ശുകദേവ ഗോസ്വാമി ഈ രാധാറാണിയെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയാതിരുന്നത്. പറഞ്ഞാൽ പിന്നെ സമാധിയുടെ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇത്രയും ഭാഗം പറഞ്ഞു. അത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഗുരുനാഥന്മാർ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുക. നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് മുഴുവൻ ഗുരുമഹാരാജനുള്ള സമർപ്പണമായിട്ട് അത് സ്വീകരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.